എല്ലാവരും എന്നാ പറയണോ? ഞാൻ ഇന്ന് ഇച്ചിരി പിക്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കുകയെ, നീ എപ്പോഴും അടുക്കളയിൽ തന്നെയാണോ, അവിടെ നിന്ന് ഇറങ്ങാൻ നേരെയില്ലെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല, പിന്നെ വേറെ വഴിയില്ലല്ലോ, ചെയ്യാതിരിക്കാൻ പറ്റുമോ? ചെറുപ്പത്തിലേ ഞാൻ അടുക്കളയെന്ന് പറഞ്ഞൊരു സംഭവം കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ വല്യമ്മച്ചി ഉണ്ടായിരുന്നു, അമ്മച്ചി ഉണ്ടായിരുന്നു, മമ്മിയുണ്ട്, ആൻറ്റിയുണ്ട്, പിന്നെ എൻ്റെ ചേച്ചിയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന പെൺതരി ആയതുകൊണ്ടേ എനിക്കങ്ങനെ അടുക്കളയിലോട്ട് കയറി വലിയ കഷ്ടപ്പെടേണ്ട വന്നിട്ടില്ല. ഇനി എന്തെങ്കിലും സാഹചര്യത്തിൽ അടുക്കളയുടെ പരിസരത്തെങ്ങാനും പോകേണ്ട വന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ മുട്ടനൊക്കെ പറഞ്ഞിട്ട് ഞാൻ എസ്കേപ്പ് ആവുമായിരുന്നു കേട്ടോ. ചിലപ്പോൾ ഞാൻ ആലോചിക്കും, അന്ന് ഞാൻ ഇതൊക്കെ ചെയ്ത് കൂട്ടിയതിൻ്റെ ഇപ്പം ഞാൻ ഈ അനുഭവിക്കണേന്ന്. എന്തായാലും അതും ഒരു രസമല്ലേ, കുറ്റം പറയരുതല്ലോ. ഇപ്പം ലോകത്തിൻ്റെ കീഴിലുള്ള എന്ത് സാധനം തന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ടേ. ഞാനിന്നേ പിള്ളേരെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞപ്പോൾ 4 മണിക്ക് ഇച്ചിരി കുത്തു പൊറോട്ട കേട്ടോ ഉണ്ടാക്കിയേ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ട ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല, മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവന്മാർക്ക് ഈ സത്യം പറഞ്ഞ് ഈ പച്ചക്കറി അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡൊക്കെ നമ്മൾ പുതുതായിട്ട് കൊടുത്തു കഴിയുമ്പോഴേ തിന്നാൻ ഭയങ്കര മടിയാട്ടോ. മൂത്തവന് ഇച്ചിരി ചിക്കൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചിക്കൻ്റെ പീസൊക്കെ കാണിച്ച് കൊതിപ്പിച്ച് അവനെ കൊണ്ട് ഇച്ചിരി തീറ്റിപ്പിച്ചു. അപ്പോൾ ചെറുതിനാണെങ്കിൽ നമ്മുടെ ചീസ് ഭയങ്കര ഇഷ്ടമാണ്. മൂത്തവൻ ചെന്നിട്ട് പറഞ്ഞു, ഇതിനകത്ത് ചീസ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് അവൻ ചെറുതിനെ വിളിച്ചോണ്ട് വന്നു. അങ്ങനെ അവനെയും പറ്റിച്ചു. എന്തായാലും 3-4 2 പേരെയും കൊണ്ട് തീറ്റിച്ചു കേട്ടോ. എന്ത് കഷ്ടം പറയാം ഇതുങ്ങളെ തീറ്റിക്കുക എന്നുള്ളത്. ഇപ്പോഴാണ് ചെറുപ്പത്തിൽ എൻ്റെ പുറകെ എൻ്റെ അപ്പനും അമ്മയും ഒക്കെ കഴിക്കുക എന്ന് പറഞ്ഞു നടന്നത് എൻ്റെ ബുദ്ധിമുട്ട് എന്നാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തിരിച്ചറിവുകളാണല്ലോ കാലം പോകുമ്പോൾ നമുക്കുണ്ടാകുന്നതല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തുന്നതോടെയായിരുന്നു പിസ്സ ഉണ്ടാക്കുന്ന കാര്യം. ഞാനേ ഡൽഹിയിലെ അപ്പോളോയിലാട്ടോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നേ. അപ്പോൾ അവിടെ ഞങ്ങൾക്കൊരു പാൻട്രി ഉണ്ടായിരുന്നേ. ചിലപ്പോൾ വല്ലപ്പോഴും എങ്ങാനും അവിടെ പോയി ഞങ്ങൾ പിസ്സ കഴിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം അതാണ് ശരിക്കുമുള്ള പിസ്സ എന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് പിസ്സയുടെ 5 ഇലക്കത്ത് പോലും വരുന്ന സാധനമല്ലെന്ന്. നമ്മുടെ നാട്ടിലത്തെ പിസ്സയും ഇറ്റാലിയൻ പിസ്സയും തമ്മിൽ ശരിക്കും വ്യത്യാസമുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും എത്ര നല്ലതാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്ഥിരം കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബോറടിക്കും. ഞങ്ങൾ പിന്നെ അങ്ങനെ ഒന്നും ഇത് ഉണ്ടാക്കത്തൊന്നുമില്ല കേട്ടോ. വല്ലപ്പോഴും ഒക്കെ വീട്ടിലുണ്ടാക്കും, വല്ലപ്പോഴും പുറത്തുനിന്ന് മേടിക്കും. പിള്ളേർക്ക് എന്തായാലും പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും ഇഷ്ടം ഞാൻ ഉണ്ടാക്കണമെന്ന് അവരിടയ്ക്ക് പറയാറുണ്ട്. സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇങ്ങനെ വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുക്കുമ്പം അവരും ഹാപ്പി, ഞാനും ഹാപ്പി, വലിയ ബുദ്ധിമുട്ടുമില്ല. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.